മോക്കാണെങ്കിൽ ഭയങ്കര വിഷമമാണ്. എപ്പോഴും അമ്മയുടെ ഫോട്ടോ നോക്കി കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴും ഞാൻ മരിച്ചതാണെന്ന് അറിഞ്ഞില്ല. പൊള്ളലേറ്റ് കൂടുതലായിട്ട് കിടക്കണമെന്നേ അറിഞ്ഞുള്ളൂ. ഒന്നും പറയാനും 2023 സെപ്റ്റംബർ 3-ാം തീയതി തിരുവനന്തപുരം നഗരത്തിലെ പാപ്പനംകോട്ടുള്ള ന്യൂ ഇന്ത്യ അഷുറൻസ് ലിമിറ്റഡ് കമ്പനിയുടെ ഏജൻസി ഓഫീസിൽ തീപിടുത്തമുണ്ടായി എന്ന വാർത്ത ചാനലുകളിൽ ബ്രേക്കിംഗ് ന്യൂസായി പ്രത്യക്ഷപ്പെട്ടു. പോലീസും ഫയർഫോഴ്സും ചാനൽ സംഘങ്ങളും സംഭവസ്ഥലത്തേക്ക് പാഞ്ഞെത്തി. ജീവനക്കാരിയായ യുവതിയും എന്തോ ആവശ്യത്തിനായി അവിടെ എത്തിയ ഇടപാടുകാരിൽ ആരോ ഒരാളുമാണ് മരണപ്പെട്ടത് എന്നായിരുന്നു പുറത്തുവന്ന ആദ്യ സൂചനകൾ. എന്നാൽ പിന്നീട് വാർത്തയുടെ യാഥാർത്ഥ്യം പുറം ലോകമറിഞ്ഞു. മരണപ്പെട്ടത് സ്ഥാപനത്തിലെ ജീവനക്കാരിയും പാപ്പനംകോട് തോന്നയ്ക്കൽ ലൈനിലെ ശിവപ്രസാദം വീട്ടിൽ താമസക്കാരിയുമായ 35-കാരി വൈഷ്ണയും രണ്ടാം ഭർത്താവ് നരുവാമൂട് സ്വദേശി ബിനുകുമാറും. പരേതനായ വേണുഗോപാലൻ നായരുടെയും സുധാകരയുടെയും 2 മക്കളിൽ മൂത്തവളായിരുന്നു വൈഷ്ണ. മൊട്ടമൂട് സ്വദേശിയുമായുള്ള ആദ്യ വിവാഹം വേർപിരിഞ്ഞ ശേഷം 12ഉം 10ഉം വയസ്സുള്ള മക്കളോടൊപ്പം അമ്മയോടും സഹോദരൻ വിഷ്ണുവിനോടുമൊപ്പം പാപ്പനംകോട്ടെ വാടക വീട്ടിലായിരുന്നു വൈഷ്ണയുടെ താമസം. കഴിഞ്ഞ 7 വർഷമായി പാപ്പനംകോട്ടെ ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയുടെ ഏജൻസി ഓഫീസിലെ ജീവനക്കാരിയായിരുന്നു വൈഷ്ണ. രാവിലെ അവിടെ സാധാരണ കുട്ടികളെ കൊണ്ട് ഞാൻ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് നേരെ പാപ്പനംകോട് ഇൻഷുറൻസ് കമ്പനി പോയതാണ്. അപ്പോൾ എന്നോട് ഒരു സാധനം വാങ്ങാൻ വേണ്ടി കിഴക്കേക്കോട്ടെ പോകാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വാങ്ങി സാധനം വാങ്ങിയിട്ട് ഒരു മണിയൊക്കെ ആയപ്പോൾ അവളെ വിളിച്ച് ചോദിച്ചു. ഒരു കാര്യം മറന്നുകൊണ്ട് അവളോട് ചോദിച്ചു. അപ്പോഴവളത് അമ്മയ്ക്ക് എപ്പോഴും മറവിയാന്നും പറഞ്ഞുകൊണ്ട് എന്നെ പറഞ്ഞ ആ സാധനത്തിൻ്റെ പേര് പറഞ്ഞു തന്നു. അതും വാങ്ങിയിട്ട് ഞാൻ ഒരു മണി കഴിഞ്ഞപ്പോൾ ഒന്ന് പാപ്പനംകോട് ജംഗ്ഷനിൽ എത്തിയപ്പോൾ അവിടെ ഭയങ്കര ആൾക്കൂട്ടവും പോലീസും ആംബുലൻസും ഒക്കെ നിൽക്കുന്നു. അപ്പോൾ ആ വണ്ടി അങ്ങ് പാസ് ചെയ്തപ്പോൾ ഞാൻ പുകയൊക്കെ കണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ എവിടെ തീ പിടിച്ചിരിക്കുന്നത്. ഇവളുടെ ഓഫീസാണെന്ന് ഞാൻ കണ്ടില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പാസ് ചെയ്തതിന് ശേഷമാണ് കണ്ടത്. കണ്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് അപ്പോൾ അപ്പുറത്തെ 2-3 ആൾക്കാർ പറഞ്ഞു പാപ്പനംകോട് ഇങ്ങനെ ഓഫീസിലാണ് തീ പിടിച്ചിരിക്കണമെന്ന്. ഞാൻ പിന്നെ ഉടനെ മോനെ വിളിച്ച്, മോൻ കൈമനത്ത് വർക്ക്ഷോപ്പിട്ടിരിക്കുകയാണ്. അവനെ വിളിച്ച് ഞാൻ പറഞ്ഞു, ഡേ ഇങ്ങനെ വീണ എന്നാണ് വിളിക്കുന്നത്, വീണ ഓഫീസിലാണെന്ന് തോന്നുന്നു തീ പിടിച്ച്, നീ ഒന്ന് പെട്ടെന്ന് പോയി നോക്കെന്ന് പറഞ്ഞു. അവൻ ഉടനെ അവിടെ നിന്ന് കൈമനത്ത് പാപ്പനംകോട് വന്നപ്പോൾ എന്നിട്ട് എന്നെ വിളിച്ച് പറഞ്ഞു, അമ്മ അവളുടെ ഓഫീസ് തന്നെ, പക്ഷെ പൊള്ളലേറ്റ് രണ്ടുപേരെയൊക്കെ കൊണ്ടുപോകണുണ്ട് ആംബുലൻസിൽ, ആരാന്ന് അറിഞ്ഞിടാ, പൊള്ളലേറ്റിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ഒന്നും വിവരമില്ല. പിന്നെ ഞാൻ ഇതിൻ്റെ ഇൻഷുറൻസിൻ്റെ ഓണറെ വിളിച്ചു ചോദിച്ചപ്പോൾ ഞാൻ ഇവിടെ സ്ഥലത്തല്ല, ഞാൻ വേറെയാണെന്ന് പറഞ്ഞു. സാർ ഇങ്ങനെയാണ് വൈഷ്ണ ജോലി ചെയ്യണ സ്ഥലത്ത് തീ പിടിച്ചിരിക്കണമെന്ന് പറഞ്ഞു, പൊള്ളലേറ്റെന്നൊക്കെ പറയണമെന്ന് പറഞ്ഞു. അത് നിങ്ങളുടെ സഹോദരനെ വിളിക്കുക, ഞാൻ വേറെ സ്ഥലത്താണ് നിൽക്കണമെന്ന് പറഞ്ഞിട്ട് പിന്നെ അയാളൊന്നും സംസാരിച്ചില്ല. ആരോടും അധികം മിണ്ടാതെ ഒതുങ്ങിക്കൂടി കഴിയുന്ന പ്രകൃതക്കാരിയായിരുന്നു അവൾ. ഇടയ്ക്കെപ്പോഴോ അവൾ പെയിന്റിംഗ് തൊഴിലാളിയും ആദ്യ ഭർത്താവിൻ്റെ സുഹൃത്തുമായ ബിനുകുമാറുമായി അടുത്തു. തന്നെയും മക്കളെയും പൊന്നുപോലെ നോക്കിക്കൊള്ളാമെന്ന ബിനുകുമാറിൻ്റെ മോഹന വാഗ്ദാനത്തിൽ അവൾ വീണു. താനും മക്കളും അമ്മയ്ക്കും സഹോദരനും ഒരു ഭാരമാകുന്നു എന്ന തോന്നലായിരിക്കണം ബിനുകുമാറിൻ്റെ വാഗ്ദാനത്തിൽ അവൾ വീഴാൻ കാരണം. ഈ ബന്ധത്തോട് വൈഷ്ണയുടെ അമ്മയ്ക്കോ സഹോദരനോ താല്പര്യമില്ലായിരുന്നു. എന്നിട്ടും അവളുടെ നിർബന്ധത്തിനു വഴങ്ങി അർത്ഥസമ്മതം മൂളേണ്ടി വന്നു അവർക്ക്. അത് ഞാൻ അധികാരമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. മറ്റേ ആദ്യത്തെ ഡൈവേഴ്സായിട്ട് 3-4 കൊല്ലം ഉണ്ടാതിരുന്നു. പിന്നീട് 2ാമതാണ് കുട്ടികളെയും കൂടെ ഏറ്റെടുത്തോളാന്ന് പറഞ്ഞിട്ട് അതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നു. ലാസ്റ്റ് രജിസ്റ്റർ അമ്പലത്തിൽ വെച്ചിട്ടാണ് കിട്ടിയത്. അത് ഞാൻ മാത്രമേ പോയുള്ളായിരുന്നു. അവൻ്റെ വീട്ടുകാരൊന്നും വന്നില്ലെങ്കിലും അവിടെ ആയിട്ടൊന്നും ബന്ധമില്ല. അവനെന്തോ വീട് വെച്ചുകൊണ്ടിരിക്കണേ, അപ്പോഴും അങ്ങോട്ട് കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞു. ഇവിടെ താമസിക്കാനൊന്നും വന്നിട്ടുമില്ല. ആ വീട്ടുകാരായിട്ട് വലിയ രസത്തിലൊന്നും ആയിരുന്നില്ല. അവർക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടായിരിക്കും. മലയൻകീഴിനടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ വെച്ച് ബിനുകുമാർ വൈഷ്ണയെ താലികെട്ടി. അവളുടെ ഭാഗത്തുനിന്ന് അമ്മ മാത്രമാണ് പങ്കെടുത്തത്. താലികെട്ടിനു ശേഷം വൈഷ്ണ തൻ്റെ വീട്ടിലേക്ക് തന്നെ പോന്നു എന്ന് അമ്മ പറയുന്നു. പുതിയതായി നിർമ്മിക്കുന്ന വീടിൻ്റെ പണി പൂർത്തിയായതിനു ശേഷം വൈഷ്ണയെയും കുട്ടികളെയും കൂട്ടിക്കൊണ്ടു പോകാമെന്നായിരുന്നു ബിനുകുമാർ പറഞ്ഞിരുന്നത്. അതുകൊണ്ടുതന്നെ അവൾ ഒരു ദിവസം പോലും അയാളോടൊപ്പം ജീവിച്ചില്ല. പലപ്പോഴും ബിനുകുമാർ
വൈഷ്ണവിയുടെ വീട്ടിലെത്തുകയും ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ അയാളുടെ ഉള്ളിൽ വൈഷ്ണവിയോടുള്ള സംശയത്തിൻ്റെ കനൽ എന്നോ ആളിക്കത്തി. അത് തുടർച്ചയായ വഴക്കിലേക്കു നീങ്ങി. പിന്നെ ഇവിടെ വരും പോകും അല്ലാണ്ട് വേറെ പ്രശ്നങ്ങൾ. പിന്നെ ഒരു 6 മാസം കൊണ്ട് പിന്നെ തീരെ കോണ്ടാക്റ്റ് ഇല്ലാതെയായി. എന്താണ് ഒന്നും അവളുടെ ഇഷ്ടത്തിനായതുകൊണ്ട് അവളൊന്നും പറയാറുമില്ല. എന്താണ് കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്നേ പറയുകയുള്ളൂ. പലപ്പോഴും സ്ഥാപനത്തിലെത്തി വൈഷ്ണയെ ബിനുകുമാർ മർദ്ദിക്കുകയും അവളെ ജോലിയിൽ നിന്ന് പറഞ്ഞുവിടാൻ സ്ഥാപന ഉടമയെ നിർബന്ധിക്കുകയും ചെയ്യുമായിരുന്നു അത്രേ. എന്നാൽ ഉടമ അതിന് തയ്യാറായിരുന്നില്ല. ഇടയ്ക്ക് ഓഫീസിൽ ചെന്നിട്ട് അവളെ അടിക്കുകയും ചവിട്ടുകയും എന്തൊക്കെയോ ചെയ്ത് ഇപ്പം അവിടെ നിന്ന് ഞങ്ങൾ നിയമ സ്റ്റേഷനിൽ കേസ് കൊടുത്തായിരുന്നു. അപ്പം അവനെയൊക്കെ വിളിപ്പിച്ചിട്ട് താക്കീത് ഇതൊക്കെ വിട്ടായിരുന്നു. ഇനി അങ്ങനെ ഉണ്ടാവില്ല, ആ ഏരിയ പോകില്ല എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ 6 മാസം കഴിഞ്ഞപ്പോഴാണ് ഇടയ്ക്കിടയ്ക്ക് അവിടെ ചെല്ലും, അവിടെ ചെന്നിട്ട് വഴക്കുണ്ടാക്കുമെന്ന് പറയണ കേൾക്കാം. ബിനുകുമാർ തന്നെ ചതിക്കുകയായിരുന്നുവെന്നും അയാളോടൊപ്പം ജീവിക്കാൻ യാതൊരു തരത്തിലും കഴിയുകയില്ലെന്നും മനസ്സിലായതോടെ വൈഷ്ണ വിവാഹമോചന കേസ് നൽകി. ആ കേസിലെ വിധി വരാനിരിക്കുമ്പോഴായിരുന്നു അപ്രതീക്ഷിതമായി സ്ഥാപനത്തിലെത്തിയ ബിനുകുമാർ വൈഷ്ണയുടെ ശരീരത്തിൽ പെട്രോൾ ഒഴിച്ച ശേഷം തീ കൊളുത്തിയത്. ബിനുകുമാറും സംഭവസ്ഥലത്തു തന്നെ കൊല്ലപ്പെട്ടു. വൈഷ്ണയുടെ മൃതദേഹം ഓഫീസിലെ ക്യാബിന് പുറത്തും ബിനുകുമാറിൻ്റേത് ഓഫീസിനകത്തുമായിരുന്നു കിടന്നിരുന്നത്. എവിടെയോ പോയി വരുന്ന വഴിയാണ് പാപ്പനംകോട്ടെ ഒരു സ്ഥാപനത്തിൽ തീപിടുത്തമുണ്ടായെന്നും ആളപായമുണ്ടായെന്നും വൈഷ്ണയുടെ അമ്മ അറിയുന്നത്. എന്നാൽ അത് തൻ്റെ മകളായിരിക്കുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഞാൻ പിന്നെ ഉടനെ അവളുടെ 2 കുട്ടികൾ നിയമ സ്കൂളിൽ പഠിക്കണം. ഞാൻ പിന്നെ ഓട്ടോ പിടിച്ചുകൊണ്ട് സ്കൂളിൽ പോയിട്ട് ആ ടീച്ചേഴ്സിനോട് പറഞ്ഞു അവരുടെ അമ്മയ്ക്ക് എന്തോ പൊള്ളലേറ്റിങ്ങനെ ഞാൻ വീട്ടിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു ഇവിടെ കൊണ്ടുവന്ന് കുറേ സമയമൊക്കെ കഴിഞ്ഞപ്പം എൻ്റെ ചേച്ചിയും അനിയത്തിയും എല്ലാം വീട്ടിൽ വന്നു. അതിന് മോൻ വിളിച്ച് പറഞ്ഞിട്ടാണോ അപ്പോഴും എനിക്ക് അവൾ മരിച്ചതാണെന്നൊന്നും അറിഞ്ഞുകൂടെ. പൊള്ളലേറ്റിട്ട് മെഡിക്കൽ കോളേജ് ICUവിൽ കൊണ്ടുപോയിരിക്കുന്നത് എന്നാണ് എല്ലാവരും പറഞ്ഞത്. അപ്പോഴേക്കും ആരൊക്കെയോ അയൽവക്കക്കാരും എല്ലാം വന്ന് ഞാൻ അങ്ങോട്ട് ഹോസ്പിറ്റലിൽ പോകണം. മക്കൾ കരയാൻ തുടങ്ങി. അമ്മയെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് കരയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു നമുക്ക് നാളെ രാവിലെ പോകാം, അമ്മ ICUവിൽ എന്താ പൊള്ളലേറ്റ് കിടക്കുകയാണ് എന്ന് പറഞ്ഞു. ബാക്കി കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ അവിടെ ആൾക്കാർ ഞാൻ ഏകദേശം രാത്രി 9 മണിയൊക്കെ ആയപ്പോഴാണ് മോൻ പറഞ്ഞത് അമ്മ അവൾ മരിച്ചതാണെന്ന് പറഞ്ഞു, മോർച്ചറിയിൽ കിടക്കുകയാണെന്ന്. ഞാനപ്പോഴും കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഇല്ലടാ ICUവിലാണ്, എനിക്ക് കാണാൻ പറ്റും, എന്നോട് എന്തെങ്കിലും ഒന്ന് അവൾ പറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എന്നെയും കൂടെ കാണാൻ സമ്മതിച്ചില്ല അമ്മ. ഞാൻ പറഞ്ഞു പിന്നെ പൊള്ളലേറ്റ ഞാനൊന്ന് പോയി നോക്കട്ടെ, ഒന്ന് മുഖമെങ്കിലും കാണാല്ലേ എവിടെയാ പൊള്ളി എന്നൊക്കെ ചോദിച്ചപ്പോൾ ഒന്നും പറ. രാത്രിയാണ് ഞാൻ ഈ മരിച്ചവരെല്ലാം അറിയണത്. 2 പേരെന്ന് പറഞ്ഞു. അത് പിന്നെ അവിടെ ഇൻഷുറൻസ് എടുക്കാൻ വന്ന ആളാണോ എന്ന് പറഞ്ഞൂടെ. പിന്നെ പിറ്റേ ദിവസമൊക്കെയാണ് അറിഞ്ഞത് അവിടെ ഭർത്താവ് തന്നെയാണ് അങ്ങനെ ചെയ്തത്. ബിനുകുമാർ സംശയരോഗിയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. സ്ഥലത്തെത്തിയ പോലീസിന് കത്തിക്കരിഞ്ഞു കിടക്കുന്നത് ബിനുകുമാറാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ അത് സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു. അയാൾ പുറത്തു പോയിട്ട് മടങ്ങി വന്നില്ല എന്നായിരുന്നു അയാളെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ വീട്ടുകാരിൽ നിന്നറിഞ്ഞത്. സമീപത്തെ സ്ഥാപനങ്ങളിലെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ച് പിന്നീട് നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് മരിച്ചത് ബിനുകുമാറാണെന്ന് സ്ഥിരീകരിച്ചത്. ബിനുകുമാറിൻ്റെ സംശയരോഗമാണ് ഒരു പാവം യുവതിയുടെ ജീവൻ എടുത്തതും 2 പിഞ്ചുകുട്ടികളെ അനാഥമാക്കിയതും. വൈഷ്ണയുടെ വിദ്യാർത്ഥികളായ 2 മക്കളും അവളുടെ അമ്മയുടെയും സഹോദരൻ്റെയും സംരക്ഷണയിലാണ്. സ്വന്തമായി ഒരു തുണ്ട് ഭൂമിയില്ലാത്ത ഇവർ വാടക വീട്ടിലാണ് താമസം. മെക്കാനിക്കായ വിഷ്ണുവിൻ്റെ വരുമാനം കൊണ്ടാണ് ഇന്ന് ഈ കുടുംബം മുന്നോട്ട് പോകുന്നത്. ഇത്തരം പല സംഭവങ്ങളും ചിത്രീകരിക്കാനായി ഞങ്ങൾ പോയിട്ടുണ്ടെങ്കിലും ഉള്ളിൽ വിതുമ്പിക്കൊണ്ട് പടിയിറങ്ങേണ്ടി വന്നത് ഈ വീട്ടിൽ നിന്നാണ്. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട പറക്കമുറ്റാത്ത 2 പിഞ്ചുകുട്ടികൾ, കത്തിക്കരിഞ്ഞ മകളുടെ മുഖം പോലും അവസാനമായി കാണാൻ കഴിയാതെ, ആ കുഞ്ഞുമക്കളുടെ ഭാവിയോർത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ ഒരമ്മ. ഒരേയൊരു സഹോദരിയുടെ വിയോഗം നൽകിയ ആഘാതം താങ്ങാൻ കഴിയാതിരുന്നിട്ടും അവളുടെ മക്കൾക്കും അമ്മയ്ക്കും വേണ്ടി ജീവിക്കുന്ന സഹോദരൻ ബിനുകുമാർ എന്ന നരാധമൻ്റെ കൊടും ക്രൂരതയാണ് ഈ ജീവിതങ്ങളെ ഇത്തരത്തിൽ തകർത്തെറിഞ്ഞത്. ഈ വീടിൻ്റെ പടിയിറങ്ങുമ്പോൾ ഉള്ളിലേക്കുന്ന ഒരു ചോദ്യം മനസ്സിൽ വല്ലാതെ തികട്ടി വന്നു. ഈ 2 പിഞ്ചുമക്കളുടെ ഭാവി എന്തായിത്തീരും? ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം
അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.